മുള്ളൻ പന്നിയെ തല്ലിക്കൊന്ന കേസിൽ കീഴടങ്ങിയ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയെ റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 4 വരെയാണ് റിമാൻഡ് ചെയ്തത്. പരുത്തിപ്പള്ളി വനംവകുപ്പ് ഓഫീസിലെത്തി ശശി കീഴടങ്ങിയിരുന്നു. സ്വന്തന സാജുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വന്തന, ഇന്നലെ ചില നാടകീയ രംഗങ്ങളൊക്കെ കീഴടങ്ങാനെത്തിയപ്പോൾ ഉണ്ടായിരുന്നു. തറയിലിരുന്നോളാം പ്രതി ആയതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചില പരാക്രമങ്ങളൊക്കെ കാണിച്ചു. എന്തായാലും റിമാൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? അതെ, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് ഈ വെള്ളനാട് ശശി. ഈ സംഭവം നടക്കുന്നത്, ഇദ്ദേഹം ഇത്തരത്തിൽ ഈ മുള്ളംപന്നിയെ തല്ലിക്കൊള്ളുന്നത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്, ഫെബ്രുവരി 28-ാം തീയതിയാണ്. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഈ മുള്ളംപന്നിയെ തല്ലിക്കൊല്ലുന്നത്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതുമല്ല, അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലെ തന്നെ ഒരു വീട്ടിൽ വന്ന മുള്ളംപന്നിയായിരുന്നു. ഈ വീട്ടുകാർ കൃത്യമായി വനംവകുപ്പിനെ അടക്കം കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആ പ്രദേശത്തെ വാർഡ് മെമ്പർ പറഞ്ഞതറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശി അവിടേക്ക് എത്തിയത്. ഇതിനെ ഇനി വനംവകുപ്പൊന്നും വരണ്ട, താൻ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ഈ മുള്ളംപന്നിയെ തല്ലിക്കൊല്ലുന്നത്. അത് പിന്നീട് മുള്ളംപന്നിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അതിനെ തല്ലിക്കൊന്നതാണ് എന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തതോടെയാണ് ഇദ്ദേഹത്തിന് തനിക്ക് വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം അറിയുന്നത്. എന്തായാലും 25 ദിവസത്തോളം വെള്ളനാട് ശശി ഒളിവിൽ ആയിരുന്നു. അതിനിടയ്ക്ക് പലതവണ മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ സമർപ്പിച്ചു. ഹൈക്കോടതി അടക്കം മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടിയാണ് ഇന്നലെ ഇപ്പോൾ നാടകീയമായി 2 ജാമ്യക്കാരെയും കൂട്ടി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരിക്കാൻ, പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് കസേരയിലേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, താനൊരു പ്രതിയാണ്, അതുകൊണ്ട് തറയിൽ തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകീയ രംഗങ്ങളൊക്കെയാണ് എന്തായാലും ഈ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലും ഇന്നലെ കണ്ടത്. അതിനുശേഷം എന്തായാലും പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. ശേഷം ഇന്നലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് നിലവിൽ ഇപ്പോൾ വെള്ളനാട് ശശിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 4 വരെയാണ് നിലവിലെ റിമാൻഡ് കാലാവധി. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തിന് ഇതിനു മുൻപും പല കേസുകളിലും ഇത്തരത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വെള്ളനാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തതിലടക്കം പല കേസുകളിലും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഇദ്ദേഹത്തിനെതിരെ കേസൊക്കെ തന്നെയും എടുത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട 1972 വന്യജീവി ആക്ട് പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ മുള്ളംപന്നിയെ കൊല്ലുകയാണെങ്കിൽ 3 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കേസിൽ റിമാൻഡിലാകുമ്പോൾ മറ്റ് പഞ്ചായത്തിൽ നിന്നടക്കം മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ നമുക്കിനി കണ്ടറിയാനുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 14 ദിവസത്തേക്കാണ് വെള്ളനാട് ശശിയെ കേസുമായി ബന്ധപ്പെട്ട് വെള്ളനാട് ശശിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. സ്വന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.